പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ചതിയനുള്ള സമ്മാനം ഈ കഥ കേൾക്കൂ. അയ്യേ പറ്റിച്ചേ, ചിങ്കുക്കുറുക്കൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു. സ്കൂൾ കുട്ടികൾ വരുന്ന വഴിയിൽ ക്രിസ്മസ് സമ്മാനം എന്നെഴുതിയ ഒരു പൊതി അവൻ കൊണ്ടുവന്നു വച്ചിരുന്നു. കാഴ്ചയിൽ കൗതുകം തോന്നിയ മാൻകുട്ടികൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ചപ്പും ചവറും മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയരുത്, അതിനുള്ള സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക എന്ന ഉപദേശവും നൽകാൻ ചിങ്കു മറന്നില്ല. മഹാസൂത്രക്കാരനാണ് ചിങ്കുക്കുറുക്കൻ. തരം കിട്ടിയാൽ ആരെയും പറ്റിക്കാൻ അവൻ ഒരു മടിയുമില്ല. പുതുവർഷത്തോടനുബന്ധിച്ച് സമ്മാനങ്ങൾ പരസ്പരം കൈമാറാൻ പൊതികളുമായി മൃഗക്കുട്ടികൾ കൂട്ടുകാരുടെ വീടുകളിലേക്ക് പോകും വഴി ചിങ്കുവിനെ കണ്ടു. എങ്ങോട്ടാ എല്ലാവരും കൂടി? ഞങ്ങൾ കൂട്ടുകാർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ ഇറങ്ങിയതാണ്. എനിക്കില്ലേ സമ്മാനം? ചിങ്കു ചോദിച്ചു. ഉണ്ടല്ലോ, ചേട്ടനുള്ള സമ്മാനം ഞാൻ തരാം എന്ന് പറഞ്ഞ് ബിമ്മു കരടിക്കുട്ടൻ ഒരു പൊതി ചിങ്കുവിന് സമ്മാനിച്ചു. ഇത് താൻ ചെയ്യാറുള്ള പോലെ എന്തെങ്കിലും സൂത്രവിദ്യ ആയിരിക്കുമോ? ഇവർ പകരം വീട്ടിയതാണെങ്കിൽ ആരും അറിയണ്ട എന്ന് കരുതി പൊതിയുമായി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ചിങ്കു ചെന്നു. ആവേശത്തോടെ പൊതി തുറന്നു. പെട്ടെന്ന് പൊതിയിൽ നിന്നും മൂളലോടെ കുറേ പ്രാണികൾ, കടന്നലുകൾ പുറത്തെത്തി. മുന്നിൽ കണ്ട ചിങ്കുവിനെ അവർ തലങ്ങും വിലങ്ങും കൊത്തി. ജിമ്മു പിടിച്ച് പൊതിഞ്ഞു വച്ചതായിരുന്നു കടന്നലുകളെ. വേദന സഹിക്കവയ്യാതെ ചിങ്കു ഓടി കൂട്ടുകാരുടെ മുന്നിലെത്തിയപ്പോൾ അവർ വിളിച്ചു ചോദിച്ചു, പുതുവർഷ സമ്മാനം സൂപ്പറായിരുന്നില്ലേ ചേട്ടാ? അതിന് മറുപടി പറയാതെ ഓടുന്ന ചിങ്കുവിനെ നോക്കി കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു.